ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടടുത്ത് വരുവാൻ നമ്മുടെ ആയുസ്സിനൊരവസരം കൂടെ കർത്താവ് നൽകി തന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം വായിക്കുന്നു. യിരെമ്യാവ് 1:19. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ, വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ ദൈവജനം കടന്നു പോകുമ്പോൾ യിരെമ്യാ പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് ദൈവം അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന വരികളാണ് ഈ 1-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്ന പ്രവചന ദൂതുകൾ. ഇങ്ങനെയാണ് ശത്രുക്കളെ കുറിച്ച് ദൈവം അരുളി ചെയ്തത്. അവർ നിന്നോട് യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് യുദ്ധമില്ല, പ്രതികൂലമില്ല, പോരാട്ടമില്ല എന്നല്ല ദൈവം അവരോട് അരുളി ചെയ്യുവാനിടയായി തീർന്നത്. നിങ്ങൾക്ക് യുദ്ധമുണ്ട്. നിങ്ങൾക്ക് നേരെ ശത്രു ആയുധങ്ങളെ എടുക്കും. നിങ്ങളെ തകർത്തു കളയേണ്ടതിന് എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവനും അവർ ചെയ്യുവാനിടയായി തീരും. ഇന്ന് രാവിലെ പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നും പ്രശ്നങ്ങൾ, എന്നും വേദനകൾ, എന്നും കണ്ണുനീരുകളെന്ന് പറഞ്ഞ് ഭാരത്തോടെ നെടുവീർപ്പിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം ആശ്വാസമായും വിടുതലായും തീരട്ടെ. ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ബൈബിൾ എഴുതിയിരിക്കുകയാണ്, നിന്റെ ശത്രുക്കൾ, അത് രോഗമാകാം, കടഭാരമാകാം, മറ്റ് പ്രതിസന്ധികളാകാം, നിന്നോട് യുദ്ധം ചെയ്യും. നിനക്കെതിരെ ആയുധവും എടുത്ത് മുൻപിലേക്ക് വരും. താഴോട്ടെഴുതിയിരിക്കുകയാണ്, നിന്നെ ജയിക്കയില്ലതാനും. ഈ പോരാട്ടങ്ങളുടെ അന്തിമം എന്തായി തീരുമെന്ന്, ഈ ആരംഭിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ അവസാനം എന്തായി തീരുമെന്ന്, ജീവിതത്തിന് നേരെ കയറി വരുന്ന കടുകട്ടിയായ ശോധനകളുടെ അവസാനം എന്തായി തീരുമെന്ന് മുൻകൂട്ടി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയരെ, ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ അവസാനം എന്തായി തീരുമെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് പകൽ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. എന്താ ഇന്ന് അനുഭവിക്കുന്ന, ഇന്ന് കണ്ണിന്റെ മുൻപിലുള്ള പ്രതിസന്ധികളുടെ അവസാനം എന്താണ്, അല്ലെങ്കിൽ നാളെ എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ നടക്കാനായി പോകുന്നത്? നിന്നെ ജയിക്കയില്ലതാനും എന്ന് പറഞ്ഞാൽ നീ ജയിക്കുവാനിടയായി തീരും. നീ ജയാളിയായി മാറും. ഇന്നിന്റെ വേദനകൾ, ഇന്നിന്റെ കണ്ണുനീരുകൾ, ഇന്ന് ജീവിതത്തിന്റെ മുൻപിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വലിയ ജയത്തിലേക്ക്, വലിയ വിടുതലുകളിലേക്ക്, വലിയ ദൈവപ്രവൃത്തിയിലേക്ക് ദൈവജനത്തെ കരം പിടിച്ച് ഉയർത്തുവാനിടയായി തീരും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലതാനും. യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വിജയം നിനക്കായിരിക്കും. എത്ര പേർ ആമേൻ പറയുന്നു? അതേ അധ്യായം, 1-ാം അധ്യായം, അതിന്റെ 8-ാം വാക്യത്തിനകത്തും അതിന് തുല്യമായൊരു പദം എഴുതിയിരിക്കുന്നു. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശത്രു, ആയുധങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുന്ന ശത്രു, വഴിയിൽ വെച്ച് നശിപ്പിക്കേണ്ടതിന് പദ്ധതികൾ തയ്യാറാക്കുന്ന ശത്രു. എന്നാൽ ഈ വാക്യം പറയുകയാണ്, ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും അതിനെ ഒന്നും നീ ഭയപ്പെടരുത്. എന്താ കാര്യം? അന്തിമമായ വിജയം നാളുകളിൽ അതിനെ ജയിക്കുവാൻ, അതിനെ കീഴടിയാക്കുവാൻ
അതിന്റെ മീതെ ഒരു ജയത്തെ തരുവാൻ നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു വിടുതലുണ്ടെന്ന്, ഒരു ജയമുണ്ടെന്ന്, ഒരത്ഭുതം നടക്കുമെന്ന് ഈ പ്രവചനദൂത് നമ്മളോട് സംസാരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന കയ്പുകൾ, ഇന്നുള്ള തകർച്ചകൾ, ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ ഒരു പക്ഷെ എന്തായി തീരുമെന്ന് ബുദ്ധി ആകുലപ്പെടുമ്പോൾ, സാഹചര്യങ്ങൾ ഭയാനകമായി വെളിപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതലനോട് തിരുവചനം പറയുകയാ, നീ തോറ്റുപോകത്തില്ല, നീ വിടുവിക്കപ്പെടും. വലിയ ദൈവപ്രവർത്തികൾ നടക്കും. എങ്ങനെ? ഭൗതികമായി ആരെങ്കിലും സഹായിക്കുന്നത് കൊണ്ടാണോ? ഏതെങ്കിലും ഒരു മാനുഷികമായ ഇടപെടൽ വിഷയങ്ങൾക്കകത്ത് നടക്കുന്നത് കൊണ്ടാണോ? അല്ലേ അല്ല. സൈന്യങ്ങളുടെ യഹോവ, തേജോമനായ ദൈവം, സകലത്തിനും അധികാരമുള്ളവൻ പറയുകയാ, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. രക്ഷകൻ വെളിപ്പെടും, രക്ഷയുടെ കരം വെളിപ്പെടും, അത്ഭുതം ചെയ്യുന്ന ദൈവം ആമേൻ നമ്മോടുകൂടെ ഇരിക്കുവാൻ ഇറങ്ങി വരും. പ്രിയരെ, ഇന്ന് പകൽ ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നൊരു പ്രഭാതമായി തീരട്ടെ. ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന്. ആമേൻ. യഹോവയുടെ അരുളപ്പാട്. രക്ഷിക്കുന്ന ദൈവം കൂടെ ഇരിക്കും. ഏത് പ്രതിസന്ധിയിൽ നിന്നും, ഏത് ഭാരത്തിൽ നിന്നും, ഏത് വേദനകളിൽ നിന്നും രക്ഷിക്കുവാൻ കരുത്തുള്ള ദൈവം നമ്മോടുകൂടെ ഇരിക്കും. നമുക്കറിയാം, ദൈവജനത്തെ ചെങ്കടലിൽ നിന്ന്, മരുഭൂമിയിൽ നിന്ന്, ആമേൻ, മിസ്രയീമിൽ നിന്ന്, ശക്തന്മാരായ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചൊരു ദൈവമുണ്ട്. ബൈബിൾ പറയുന്നത്, സെഫന്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേയിരിക്കുന്നു. ഇന്ന് രാവിലെ അനുഗ്രഹിക്കപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. തിരുവചനം എഴുതിയിരിക്കുന്നത്, അവർ നിന്നോട് യുദ്ധം ചെയ്യും. യുദ്ധമില്ലെന്നല്ല, പ്രതികൂലമില്ലെന്നല്ല, പോരാട്ടമില്ലെന്നല്ല, അതുണ്ട്. ആമേൻ. നിന്നെ ജയിക്കയില്ല താനും എന്ന് പറഞ്ഞാൽ, ആമേൻ, ഈ പ്രതിസന്ധികളുടെ അവസാനം എന്താ തീരുമെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ബൈബിൾ പറയുകയാ, നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരിക്കട്ടെ. എന്താ കാര്യം? രക്ഷിക്കുവാൻ ദൈവം നമ്മോടുകൂടെയുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇതൊരു ദൈവപ്രവൃത്തിയുടെ പ്രഭാതമായി തീരട്ടെ. ഇന്നിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. പ്രതികൂലങ്ങൾ, എതിരുകൾ, തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. വലിയൊരു ജയത്തെ, വിടുതലിനെ നൽകുന്നത് കൊണ്ട് നന്ദി. ദൈവകരം അനുകൂലമായിരിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.